ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത് ഒരു ഈദ് മേക്കപ്പ് ലുക്കാണ്. ഈദ് മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഐ മേക്കപ്പ് മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഫേസിൽ ഓൾറെഡി പൗഡർ ഇട്ടിട്ടുണ്ട്, മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്, പിന്നെ പൗഡർ ഇട്ടിട്ടുണ്ട്, ചെറുതായിട്ട് ലിപ്സ്റ്റിക്കും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ആദ്യം ഇടുന്നത് ഇതാണ് കേട്ടോ, ലിക്വിഡ് കൺസീലറാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആദ്യം എങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ നമ്മൾ കണ്ണിൽ ഞാൻ ഇടുകയാണ് കേട്ടോ. കുറേ ഇടുന്നത് എന്തിനാ വെച്ചാൽ അതൊന്ന് ഇതായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് കണ്ണിൻ്റെ ആ കരിവാളിപ്പും അതും ഇതൊക്കെ ഒന്ന് പൊക്കോളും. പിന്നെ പിരികത്തിൻ്റെ മേലെ ഇട്ടാൽ പിരികം ഹൈലൈറ്റ് ചെയ്ത് കാണാൻ പറ്റും. ഞാൻ വേറെ എവിടെ ഇടുന്നില്ല, എന്താ വെച്ചാൽ ഐ മേക്കപ്പ് മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് ഇങ്ങനെ ഇപ്പോൾ വ്യത്യാസം അറിയുന്നുണ്ടാവും. ഈ ഭാഗം നന്നായിട്ട് ഇങ്ങനെ വെളുത്ത് നിൽക്കുന്നുണ്ടാവും. പിന്നെ ഞാൻ ഇട്ട തട്ടം കുറച്ച് അപാകത ഉണ്ട്, നമുക്ക് ലാസ്റ്റ് ശരിയാക്കാം കേട്ടോ. തൽക്കാലം ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ടിപ്പ് വെച്ചിട്ടാണ് ഞാൻ കണ്ണിൻ്റെ അടിഭാഗം ചെയ്യുന്നത് മേലേക്ക്. ഇപ്പോൾ ഈ ഭാഗം മാത്രം ഒന്ന് ഇതായിട്ട് നിൽക്കുന്നുണ്ടാവും. കണ്ണൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഇനിയും ഞാൻ ഒരു സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്, പാൻ സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ കൈ കൊണ്ട് തന്നെ എടുക്കുന്നത്, കാരണം വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് കണ്ണിൻ്റെ മേലേക്കൊന്ന് കണ്ടോ, കണ്ണിൻ്റെ കളർ മാറുന്നത് കാണാൻ പറ്റും. നന്നായിട്ട് കളർ മാറുന്നുണ്ട്. ഒരു യെല്ലോയിഷ് കളറാണ് കണ്ണിന് വരിക. മാത്രമല്ല നമ്മുടെ കണ്ടോ, രണ്ട് കണ്ണിന് വ്യത്യാസമുണ്ട്. ഇത് കാണുമ്പോൾ ഒന്നും കൂടി ഒന്ന് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്, ഇതൊന്ന് ഡള്ളായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് മേടിക്കാത്തവർ ഇത് മേടിക്കുന്ന നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വെച്ചാൽ നമുക്ക് ഇതുണ്ടെങ്കിൽ കൺസീലറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടുന്നേ ഉള്ളൂ. വേണമെങ്കിൽ ബ്രഷ് യൂസ് ചെയ്യാം, പക്ഷേ എനിക്ക് ഇതാണ് കംഫർട്ടബിൾ, ഈ സ്റ്റിക്ക് യൂസ് ചെയ്യാം. കാരണം ഒന്നാമത് തീരായിരിക്കണം. അപ്പോൾ കൈകൊണ്ട് തൊണ്ടി യൂസ് ചെയ്യാനാണ് എനിക്ക് താല്പര്യം. ഇപ്പോൾ ഒന്ന് ഫേസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഈ ഭാഗം തമ്മിൽ കളർ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊരു കുട്ടി ലുക്ക് വരില്ല കേട്ടോ, കാരണം നമ്മൾ ഓൾറെഡി മോയ്സ്ചറൈസർ ഇട്ടതുകൊണ്ട്. അപ്പോൾ ഞാൻ തട്ടം മാറ്റിയിട്ടുണ്ട്. എന്താ വെച്ചാൽ ആ തട്ടത്തിനേക്കാളും ഭംഗി ഇതായിട്ട് എനിക്ക് തോന്നിയത്. മാത്രമല്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് മാസ്ക് എവരിഡേ മാസ്കിലൊക്കെ നമ്മൾ ഇപ്പോൾ പോവാറുണ്ടല്ലോ. അപ്പോൾ മാസ്കിൽ പോകുമ്പോഴും ഈ ലുക്ക്, ഈ ഐ മേക്കപ്പ് നന്നായിരിക്കും, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത എന്താ വെച്ചാൽ പൗഡർ ഇടാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന പൗഡർ എന്ന് പറഞ്ഞാൽ ഹിമാലയയുടെ ബേബി പൗഡറാണ്. ഈ ബ്ലാക്ക് തട്ടത്തിനേക്കാളും എന്തുകൊണ്ടൊരു ഭംഗി ഇങ്ങനെ ഒരു കളർ തട്ടമാണ് കേട്ടോ. തൽക്കാലം ഞാൻ ബ്രഷ് വെച്ചിടുകയാണ്. എന്താ വെച്ചാൽ കൈ ഇതാക്കുമ്പോൾ തട്ടത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഡിസ്റ്റർബൻസ് ആവേണ്ട വെച്ചിട്ടാണ് കേട്ടോ. വേഗയുടെ ഒരു ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ. ഇനിയും അപ്പോൾ ഇനി നമുക്ക് ആദ്യം ഐലൈനർ എഴുതാനതിന് മുന്നേ ഐ മേക്കപ്പ് ആയതുകൊണ്ട് ഐ ഷാഡോ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഐ ഷാഡോ ഇല്ലാതാണെങ്കിൽ നിങ്ങൾക്ക് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്താൽ മതി കേട്ടോ. ന്യൂഡ് കളർ ലിപ്സ്റ്റിക്കോ, ന്യൂഡ് കളർ ലിപ്സ്റ്റിക് ഉണ്ടെങ്കിൽ ന്യൂഡ് കളർ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞതാ ഈ ഒരു ഷെയ്ഡായിരിക്കും കേട്ടോ. ഇത് വേറെ ന്യൂഡാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ന്യൂഡാണെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം കണ്ണിൻ്റെ മേലെ. അല്ലാന്നാണെങ്കിൽ ഐ ഷാഡോ യൂസ് ചെയ്യാം. ഞാനിവിടെ ഐ ഷാഡോ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊരു കുഞ്ഞ് ബ്രഷ് എടുത്തിട്ടുണ്ട് ഐ ഷാഡോ ഇടാൻ. എന്നിട്ട് ഞാൻ സാധാരണ ഒരു ബ്രോൺസ് കളറാണ് കണ്ണിൻ്റെ മേലെ ഇടാറ്. അപ്പോൾ ഇന്നൊരു വെറൈറ്റിക്ക് ആദ്യം ഞാനൊരു ഈ കളറാണ് ഇടുന്നത് കേട്ടോ. ഈ കളർ ലൈറ്റ് യെല്ലോ അല്ല, അങ്ങനത്തെ ഒരു കളറ്. അതൊരു ബേസ് ആയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ആ ഒരു കളർ ഒരു ഫ്രഷ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു ബേസ് ആയിട്ടുണ്ട്. ഇനി ഞാനൊരു വെറും ലൈറ്റ് പിങ്ക് എടുക്കുന്നത് കേട്ടോ. ലൈറ്റ് പിങ്ക് എന്തിനാ വെച്ചാൽ ഒരു ലൈറ്റ് പിങ്കും റോസും കൂടിയാണ് ഇടാൻ ഉദ്ദേശിച്ച കളറ്. അപ്പോൾ ഫുൾ ലൈറ്റ് പിങ്ക് ഞാൻ ആദ്യം കൊടുക്കുക. ഓക്കെ അല്ലേ. തട്ടം കാരണം കണ്ണിൻ്റെ ഈ ഭാഗം കാണുന്നില്ല എന്നറിയാം. അപ്പോൾ ഒരു ലൈറ്റ് പിങ്ക് കളറേയും കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് കണ്ണിനും. ഇനി അതിൻ്റെ മേലെ കൂടെ ഞാനൊരു ഡാർക്ക് റോസ് കൊടുക്കാൻ പോകും. ഡാർക്ക് റോസ് ഞാൻ എടുക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ഈ ഭാഗത്തുനിന്ന് ഞാനൊരു
ഷെയ്ഡാക്കാൻ വേണ്ടിയിട്ട്. സെയിം റോസ് തന്നെ എടുത്തിട്ട് ഞാൻ ഈ കണ്ണിലൊരു കാണുന്നുണ്ട്, ഒരു നമുക്ക് ഒരു ഓവറായിട്ട് മേക്കപ്പ് വേണ്ട വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ലൈറ്റ് കളർ, റോസ് എന്ന് പറഞ്ഞൊരു സാധാ കളറല്ലേ വെച്ചിട്ടാണ് അങ്ങനത്തെ ഒരു കളർ എടുത്ത്. കാണുന്നുണ്ടോ? അപ്പോൾ ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഐലൈനർ എഴുതാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഐലൈനർ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ലാക്മേയുടെ ഇൻസ്റ്റാ ലൈനറാണ്, വാട്ടർ പ്രൂഫാണ്, വാട്ടർ റെസിസ്റ്റൻ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ കുറച്ച് നേരം യൂസ് ചെയ്താൽ അത് നമുക്ക് ഉറക്കമൊക്കെ വരുമ്പോൾ കണ്ണിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ വരുമ്പോൾ അത് കുറച്ച് പരക്കാറുണ്ട് കേട്ടോ, കുറച്ച് പരക്കാറുണ്ട്. അങ്ങനെ കംപ്ലീറ്റ്ലി വാട്ടർ റെസിസ്റ്റൻ്റ് വാട്ടർ പ്രൂഫ് ഒന്നല്ല. അപ്പോൾ ഞാൻ ആദ്യം ഒരു വാലിട്ട് കൊടുക്കുക. ഈ കണ്ണിൽ അതുപോലെ തന്നെ ഞാൻ വാലിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, അത് ഇങ്ങനെ ജോയിൻ ചെയ്യുക. എന്നിട്ട് ഉള്ളൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കണ്ണിങ്ങനെ എഴുതുന്നുള്ളൂ, കാരണം അടിയിൽ എഴുതുമ്പോൾ അത്ര ഒരു ഭംഗി വരണമെന്നില്ല എല്ലാവർക്കും. അപ്പോൾ പക്ഷെ മേലെ എഴുതിയാൽ കൂടുതൽ പേർക്കും ഭംഗി കാണാറുണ്ട്, അതുകൊണ്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വാലിടാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴത്ത് മാത്രം എഴുതാം. അപ്പോൾ ഞാൻ മേലേക്ക് സ്പ്രെഡ് ആയിട്ടുണ്ടാവും, തുടച്ചു കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് താഴെയും കൂടെ ഒന്ന് ചെറുതായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കണ്ണ് വാലിട്ട് എഴുതിയപ്പോൾ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, എൻ്റെ അടുത്ത് ഡാസ്ലറിൻ്റെ ചെറുതാണ് കേട്ടോ, ഭയങ്കര ചെറുതാണ്, ചെറുതായി പോയതാണ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കണ്ണിൻ്റെ താഴെ എഴുതാൻ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പരക്കില്ലേന്ന്. പരക്കാതിരിക്കാനുള്ള സൂത്രമുണ്ട് കേട്ടോ. മൊത്തം എഴുതിയില്ല, രണ്ട് സൈഡിലും എഡ്ജിൽ മാത്രം എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് സ്മഡ്ജ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സെയിം ബ്രഷ് തന്നെ എടുത്തിട്ട് ഒരു ആഷ് കളറാണ് എടുക്കുന്നത് കേട്ടോ, ഡാർക്ക് ബ്ലാക്ക് എടുക്കുന്നില്ല. നിങ്ങൾക്ക് ബ്ലാക്കോ ആഷോ എന്താച്ചാൽ എടുക്കാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ബ്ലാക്ക് എടുത്ത് നോക്കാം അല്ലേ. ബ്ലാക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്ത് സ്മഡ്ജ് ആവില്ല. അപ്പോൾ ഈ അറ്റത്തേക്ക് വരുമ്പോൾ ഒന്ന് ലൈറ്റാക്കി തിന്നാക്കി കൊണ്ടുവരിക. കണ്ടോ? എക്സസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് തുടയ്ക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് കണ്ണിൻ്റെ വ്യത്യാസം അറിയുന്നുണ്ടാവും. ഇത് കണ്ടോ? ഒന്നുകൂടെ ഒരു കംപ്ലീറ്റ് ലുക്ക് വന്നിട്ടുണ്ട്. ഞാൻ മൂക്കിൻ്റെ ഭാഗമൊന്നും കറക്റ്റ് ആക്കിയിട്ടില്ല കേട്ടോ, കാരണം എന്താ വെച്ചാൽ അതൊക്കെ കണ്ണെഴുതി കഴിഞ്ഞിട്ട് ചെയ്യാൻ വെച്ചിരിക്കുക. നമ്മൾ കണ്ണിനല്ലേ ഫോക്കസ് ചെയ്യുന്നത്. ഇതാ ഇങ്ങനെയാണ് കണ്ണ് വന്നത്. പക്ഷെ നമ്മുടെ കംപ്ലീറ്റ് ലുക്ക് ആയിട്ടില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഇനിയും കുറച്ച് കാര്യങ്ങളോട് ചെയ്യാണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പിരികെഴുതെടുക്കുന്നത് കളർ എസൻസിൻ്റെ ഒരു ഐജെല്ലാണ്. ഐജെല്ലെന്നോ സ്റ്റിക്കെന്നോ എന്താ വെച്ചാൽ നിങ്ങൾക്ക് പറയാം. അപ്പോൾ അത് എന്തിനെടുക്കണമെന്ന് വെച്ചാൽ, എല്ലാവർക്കും പിരികെഴുതുമ്പോൾ സാധനം കൊണ്ട് എഴുതി കുറച്ച് ഡാർക്ക് ആവും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ടാവുമ്പോൾ ജസ്റ്റ് ബ്രഷാണ് കേട്ടോ. അപ്പോൾ
ഒന്ന് എഴുതുമ്പോൾ ശരിക്കും കണ്ണെഴുതാനുള്ളതാണ്, പക്ഷെ ഞങ്ങൾ കണ്ണെഴുതാറില്ല, പിരി കണ്ണെഴുതാറ്. ലൈറ്റായിട്ട് എഴുതിയാൽ മതി കേട്ടോ. ഇത് നന്നായിട്ട് പരക്കും. അങ്ങനെ പരക്കല്ല, കുറച്ച് കട്ടിയാണ്. നിങ്ങളുടെ പിരിക ഏത് ഷേപ്പിലാണോ അതുപോലെ തന്നെ കൊണ്ടുപോവുക. കണ്ടോ, ഇങ്ങനെ ഒരു ഫില്ലിങ് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ യൂസ് ചെയ്യണം കേട്ടോ, അല്ലാണ്ട് എഴുതാൻ ആവശ്യമില്ല. കാരണം എൻ്റെ പിരിക ഓൾറെഡി കട്ടിയാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഐ ഷാഡോ പാലറ്റത്തെ ഒരു ഗ്രേ കളറോ ബ്ലാക്ക് കളറോ എന്നാ ചെടുത്തിട്ട് ലൈറ്റായിട്ടൊന്ന് കൊടുക്കാം കേട്ടോ. ഇനിയും എൻ്റെ ഈ 2 ഭാഗം പെർഫെക്ഷൻ അല്ലാത്തത് കൊണ്ട് ഞാൻ ഐ ഷാഡോ പാലറ്റിൽ നിന്നാണ് ബാക്കി എടുക്കുന്നത് കേട്ടോ. മറ്റേ ഒരു ആഷ് അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കളറാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ആഷ് കളർ എടുത്തിട്ട് ഞാൻ ബ്ലാക്ക് എന്താ എടുക്കാത്തതെന്ന് ചോദിച്ചാൽ ഓൾറെഡി ഞാൻ എഴുതിയ സാധനം ബ്ലാക്കാണ്, നല്ല ഡാർക്കുമാണ്. അപ്പോൾ ഒരു ആഷ് കളർ കൊടുത്താൽ അതിനൊരു ഷെയ്ഡ് പോലെ ആയിക്കോളും. എന്നാൽ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ത്രെഡിങ് ഒന്നും ചെയ്യാൻ പറ്റാത്ത ടൈമാണ്. അപ്പോൾ ആ ടൈമിൽ വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ കൊടുത്ത ഐ ലുക്ക്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഹൈലൈറ്റർ എടുത്തിട്ടുണ്ട്. ഹൈലൈറ്റർ എടുത്തിട്ട് നമ്മുടെ ഈ കുഞ്ഞു വിരൽ വെച്ചിട്ട് ഇവിടെ മാത്രം അതേപോലെ തന്നെ പിന്നെ ബാക്കി നിങ്ങളുടെ ചോയ്സ് ആണ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ലുക്ക് ഉണ്ടാവുക. ഇനി നമുക്ക് ബാക്കി ഭാഗം നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അത് കണ്ണ് മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളൂ. കണ്ണ് മാത്രം ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് നന്നായിട്ട്. കണ്ണ് നിങ്ങൾക്ക് അറിയുന്ന നല്ല അടിപൊളിയായിട്ടുണ്ട് കണ്ണ്. പെരുകും പിന്നെ ഞാൻ അതിൻ്റെ ഇത്ര ഡാർക്ക് ആക്കി വെച്ചാൽ കണ്ണിൻ്റെ ഒപ്പം തന്നെ കൗണ്ടറായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമുക്കിനി ഒന്ന് മൂക്കൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അവിടെ ഹൈലൈറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ബ്രഷാണ് കേട്ടോ. ഇതാ ഈ ഒരു ബ്രഷാണ്. ഇതുപോലെ കുറച്ച് തിന്നാണ്. അപ്പോൾ നമുക്ക് ഈ ഭാഗമൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ താടി ഭാഗത്ത് ചെറുതായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ ഭാഗത്തൊക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഒന്ന് മൊത്തത്തിലൊന്ന് ഒരു ലുക്കായിട്ടുണ്ട്. നമ്മൾ സാധാരണ ആദ്യം വന്ന ലുക്കല്ല ഇപ്പോൾ ഒന്ന് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും. കണ്ടോ? അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ മേക്കപ്പ് ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. കാരണം നമ്മൾ ആദ്യം കണ്ട ലുക്കല്ല. ആദ്യം കണ്ടപ്പോൾ ഒരു കൂറ ലുക്കായിരുന്നു. ഇപ്പോൾ നന്നായിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഡ്രസ്സൊന്നും പിന്നെ ചെയ്യാൻ മടിയായതുകൊണ്ടാണ് ഇങ്ങനെ ഓൾറെഡി തട്ടിട്ടിട്ട് മേക്കപ്പ് ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഡ്രസ്സ് ചെയ്യാം. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു ഫൈനലായിട്ട് മാസ്ക് ഇട്ട് കാണിക്കാമെന്ന്. മാസ്ക് ഇട്ട് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനലായിട്ട് മാസ്ക് ഇട്ടപ്പോൾ ലുക്ക്. കണ്ടോ? നമ്മുടെ ഓവറായിട്ട് കണ്ണ് മേക്കപ്പ് ആയിട്ടുമില്ല, എന്നാൽ നല്ലൊരു ഹൈലൈറ്റ് ആയി നിൽക്കുന്നുണ്ട് നമ്മുടെ കണ്ണ് അല്ലേ? എന്താ ദൂരെ നിന്നായാലും നമ്മുടെ ആ നോട്ടം കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്താന്ന്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കണ്ണെഴുതണ്ടേന്ന്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് കണ്ണെഴുതാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് എനിക്ക് ഫേവറേറ്റ് ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലുക്ക് നിങ്ങൾക്ക് ഇടാം. പിന്നെ മാസ്കിലായാലും നമ്മൾ നമ്മുടെ കണ്ണ് ഹൈലൈറ്റ് ചെയ്ത് വെക്കണം എന്നാണ് ഇങ്ങനെ ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാൻ തരെ ടാറ്റാ.